ഹലോ മക്കളെ, അപ്പോൾ എൻ്റെ കുട്ടികളുടെ എല്ലാവരുടെയും നീറ്റ് എക്സാമിൻ്റെ ഡേറ്റ് ഇതേ അടുത്തുകൊണ്ടിരിക്കുകയാണ്. മെയ് 4-ന് നമ്മളെല്ലാവരും നിങ്ങളുടെ എല്ലാവരുടെയും ആ ഒരു ഇത്രയും വർഷത്തെ ആ ഒരു ഹാർഡ് വർക്കിൻ്റെ റിസൾട്ട് നമുക്ക് തരാൻ പോകുന്ന ദിവസമാണ്. അപ്പോൾ ഇനിയുള്ള ദിവസങ്ങൾ നിങ്ങൾ എങ്ങനെയാണ് നിങ്ങളുടെ പ്രിപ്പറേഷൻസ് മുന്നോട്ട് കൊണ്ടുപോകേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇനിയും നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആകെ ഒരു 2 വീക്സ് കഷ്ടിച്ച് അല്ലേ, അത്രയാണ് നമ്മുടെ കയ്യിലുള്ളത്. അപ്പോൾ ഈ ഒരു 2 വീക്സിൽ നിങ്ങളുടെ പ്രിപ്പറേഷൻസ്, നിങ്ങൾ ഇനി പുതിയ കാര്യങ്ങളൊന്നും തന്നെ പഠിക്കണ്ട. ഓക്കെ, പുതിയ കാര്യങ്ങൾ പഠിക്കുന്നത് നിങ്ങളുടെ നീറ്റ് എക്സാമിനെ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ പോകുന്നില്ല. നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ പോകുന്നത് നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ റിവൈസ് ചെയ്യുന്നതിലാണ്. അപ്പോൾ റിവൈസ് ചെയ്യുമ്പോൾ നമുക്കിപ്പോൾ ബയോളജിക്കൊക്കെ ആണെങ്കിൽ നിങ്ങൾ കൂടുതൽ ടെക്സ്റ്റ് ബുക്കുകൾ, നമ്മുടെ NCERT ടെക്സ്റ്റ് വായിക്കുക, അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിലിപ്പോൾ നിങ്ങൾ ഓൾറെഡി നമ്മുടെ ബാച്ചിലർ സ്റ്റുഡൻ്റ് ആയിരുന്നു, നമ്മുടെ പൃഥ്വി അല്ലെങ്കിൽ വേദ ബാച്ചിലൊക്കെ സ്റ്റുഡൻ്റ് ആയിരുന്നെങ്കിൽ നിങ്ങളുടെ കയ്യിൽ നോട്ട്സ് ഉണ്ടാവും. ആ നോട്ട്സ് ഒക്കെ റിവൈസ് ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങൾക്ക് പറ്റുന്നത്രത്തോളം ക്വസ്റ്റ്യൻസ്, ഓക്കെ, പുതിയ പുതിയ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാതെ ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾ റിവൈസ് ചെയ്യുക. ഇപ്പം നമ്മുടെ നീറ്റ് കീം ക്രാഷ് ബാച്ചിലൊക്കെയുള്ള മക്കളാണെങ്കിൽ നമ്മൾ ഓൾറെഡി നമ്മുടെ ക്ലാസ്സുകളിൽ ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടാവില്ലേ, അത് നിങ്ങൾ റിവൈസ് ചെയ്യാം. ഇനി അതല്ല ബാച്ചിൽ ഇല്ലാത്ത മക്കളാണെന്നുണ്ടെങ്കിലും ഒരു കുഴപ്പമില്ല, നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് പറ്റുന്നത്രത്തോളം റിവിഷനിൽ നിങ്ങൾ ഫോക്കസ് ചെയ്യുക. ഓക്കെ, ഇതിൻ്റെ കൂടെ നിങ്ങൾ നോക്കേണ്ട ഒരു കാര്യമാണ് മോക്ക് ടെസ്റ്റുകൾ. അതായത് നമ്മൾ ഇനി ചെയ്തത് രീതിയിലായിരിക്കില്ല നിങ്ങളുടെ എക്സാം എന്ന് പറയുന്നത്. നിങ്ങളുടെ എക്സാമിന് നിങ്ങൾക്ക് എത്ര സമയമാണ്? 3 മണിക്കൂറാണ്. 3 മണിക്കൂർ എന്ന് പറയുമ്പോൾ 180 മിനിറ്റാണ് നമ്മുടെ കയ്യിലുള്ളത്. ഓക്കെ, ആ 180 മിനിറ്റിൽ നിങ്ങൾ ആൻസർ ചെയ്യേണ്ട ക്വസ്റ്റ്യൻസ് എത്രയാണ്? 180 ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾക്ക് ആൻസർ ചെയ്യാനുള്ളത്. ഓക്കെ, അപ്പോൾ ആ 180 ക്വസ്റ്റ്യൻസ് നിങ്ങൾ കരുതുന്ന പോലെ നിങ്ങൾക്ക് ഓരോ ക്വസ്റ്റ്യനും 1 മിനിറ്റ് ഈച്ച് കിട്ടില്ല. അങ്ങനെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യരുത്. അങ്ങനെ നമ്മൾ കറക്റ്റ് ഓരോ ക്വസ്റ്റ്യന് കറക്റ്റ് 1 മിനിറ്റ് വെച്ച് ചെയ്യുമ്പോൾ നമ്മൾക്ക് 1 മിനിറ്റ് എവിടെയെങ്കിലുമൊക്കെ നമ്മൾ മിസ്സാവുന്ന സമയത്ത് നമ്മളുടെ ആകെ കോൺഫിഡൻസ് പോകും. കാരണം ഇതിൻ്റെ ഇടയിൽ തന്നെ നമുക്ക് അവിടെ സൈൻ ചെയ്യാൻ, നമ്മളുടെ എന്തെങ്കിലും ഡീറ്റെയിൽസ് ഫില്ല് ചെയ്യാൻ, അങ്ങനെ കുറേ ആയിട്ട് നമ്മുടെ ഇൻവിജിലേറ്റേഴ്സൊക്കെ നമ്മൾ അടുത്ത് വരുന്നുണ്ടാകും. അപ്പോഴൊക്കെ നമുക്ക് സമയനഷ്ടത്തിനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, മാക്സിമം നിങ്ങളുടെ ഈ ടൈം മാനേജ്മെൻറ്റ് നിങ്ങൾ ഇവിടെ ശരിയാക്കണം. അതിന് വേണ്ടിയിട്ട് കൂടിയാണ് നമ്മൾ എന്ത് സഹായിക്കുന്നത്, ഈ മോക്ക് ടെസ്റ്റുകൾ സഹായിക്കുന്നത്. അപ്പോൾ ടൈം മാനേജ്മെൻറ്റ് വെക്കുന്ന സമയത്ത് നിങ്ങൾ കയ്യിലൊരു വാച്ച് കിട്ടിയിട്ടായിരിക്കും നമുക്ക് എപ്പോഴും ശീലം ഉണ്ടാവുക. അപ്പോൾ ബസ്സിനായാലും ഇപ്പോൾ എന്തെങ്കിലും കാര്യത്തിന് വാച്ച് ഇല്ല എന്ന് നമ്മൾ പെട്ടെന്ന് കയ്യിലാണ് നോക്കുക. അപ്പോൾ വാച്ച് കിട്ടിയിട്ട് ശീലിച്ചിട്ടുള്ള ആൾക്കാർ അതൊന്ന് അഴിച്ചു വെച്ചിട്ട് വേണം ഈ മോക്ക് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യാൻ. ഓക്കെ, ഒന്നുകിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ റൂമിൽ, നിങ്ങളെ എക്സാം ഹാൾ, നിങ്ങൾ എവിടെയാണോ എക്സാം എഴുതുന്നത് അവിടെ ഒരു ക്ലോക്ക് വെച്ചിട്ട് എക്സാം എഴുതാം. ഇനി അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കസിൻസോ അല്ലെങ്കിൽ നിങ്ങളുടെ സിസ്റ്റേഴ്സോ അമ്മയോ അച്ഛനോ ആരോടെങ്കിലും പറയാം, നിങ്ങളിപ്പോൾ എത്ര മണിക്കാണോ ടെസ്റ്റ് എഴുതുന്നത് ആ സമയത്തിന് നിങ്ങൾ ഓരോ ഹാഫ് ആൻ അവറിൽ നിങ്ങളൊന്ന് റിമൈൻഡ് ചെയ്യിക്കാൻ പറയാം. ആ രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യുക, മോക്ക് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യുക. അപ്പോൾ നമ്മുടെ നീറ്റ് കീം ക്രാഷ് ബാച്ചിലുള്ള മക്കൾക്കാണെങ്കിൽ നമ്മൾ ഓൾറെഡി 10 മോക്ക് ടെസ്റ്റുകൾ നമ്മുടെ ബാച്ചിൽ കൊടുക്കുന്നുണ്ട്. അത് ഇനി വരുന്ന ദിവസങ്ങളിൽ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാകും. ഓക്കെ, ഇനി വരുന്ന മൺഡേ മുതൽ നിങ്ങൾക്ക് മോക്ക് ടെസ്റ്റുകൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. മസ്റ്റായിട്ട് ഇത് അറ്റൻഡ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ കുറേ പേര് വിചാരിക്കുന്നുണ്ടാകും, മിസ് ഞങ്ങൾ ബാച്ചിലില്ലാത്ത ആൾക്കാർക്ക് ഞങ്ങൾ എങ്ങനെയാണ് ചെയ്യാം? മക്കളെ, നിങ്ങൾക്ക് ഏതെങ്കിലും രീതിയിൽ മോക്ക് ടെസ്റ്റുകളൊക്കെ പർച്ചേസ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അങ്ങനെ നിങ്ങൾ എടുക്കുക. ഇനി അതല്ല, നിങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ എക്സാം വിന്നർ ഒരു ഫ്രീ ആയിട്ട് മോക്ക് ടെസ്റ്റ് കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അതാണ് April 29ന്. ഓക്കെ, അപ്പം നമ്മുടെ ബാച്ചിലുള്ള മക്കൾക്ക് വേറെ 10 നീറ്റ് മോക്ക് ടെസ്റ്റുകളുണ്ട്. അതല്ലാതെ നമ്മുടെ യൂട്യൂബിലുള്ള മക്കൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾക്കും അത് എഴുതാം കേട്ടോ. എല്ലാവർക്കും എഴുതാൻ പറ്റുന്ന രീതിയിൽ ഒരു ഫ്രീ മോക്ക് ടെസ്റ്റ് April 29ന് നമ്മൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അതൊരു ഫുൾ ലെങ്ത് മോക്ക് ടെസ്റ്റ് ആയിരിക്കും. അതായത് കംപ്ലീറ്റ് നമ്മളെ നീറ്റ് എക്സാം പാറ്റേണിലുള്ള 180 ക്വസ്റ്റ്യൻസ് വെച്ചിട്ടുള്ള ഒരു മോക്ക് ടെസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഈ ഒരു ടെസ്റ്റ് എൻ്റെ മക്കളെ എല്ലാവരും തീർച്ചയായിട്ടും അറ്റൻഡ് ചെയ്യുക. ആൻഡ് കറക്റ്റ് ടൈമൊക്കെ ഫിക്സ് ചെയ്തിട്ട് തന്നെ അറ്റൻഡ് ചെയ്യുക. അപ്പോൾ എങ്ങനെയാണ് ഈ ടെസ്റ്റ് എടുക്കേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾക്കൊരു ഗൂഗിൾ ഫോമിൻ്റെ ലിങ്ക് കാണാം. അത് ഫില്ല് ചെയ്യുക. ഓക്കെ, നിങ്ങളുടെ ഡീറ്റെയിൽസും നിങ്ങളുടെ ഫോൺ നമ്പറൊക്കെ കൊടുക്കുക. ആൻഡ് ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ ടെസ്റ്റ് എടുക്കുന്ന സമയത്ത് നിങ്ങൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുള്ള അതേ നമ്പർ വെച്ചിട്ട് തന്നെ നിങ്ങൾ ആ ടെസ്റ്റ് എടുക്കാൻ വേണ്ടി നോക്കുക. April 29നായിരിക്കും നമ്മുടെ ഈ ടെസ്റ്റ് നടക്കാൻ പോകുന്നത്. ആൻഡ് ഈ ടെസ്റ്റ് മസ്റ്റായിട്ട് നിങ്ങൾ എല്ലാവരും അറ്റൻഡ് ചെയ്യണം. ആൻഡ് ഈ ഒരു വിവരം നിങ്ങളുടെ എല്ലാ ഫ്രണ്ട്സിലേക്കും കൂടെ ഷെയർ ചെയ്യുക. ആൻഡ് ടെസ്റ്റ് എടുത്തതിന് ശേഷം നിങ്ങളുടെ പേപ്പർ നിങ്ങൾ അനലൈസ് ചെയ്യുകയും വേണം. എങ്ങനെയുണ്ടായിരുന്നു നിങ്ങൾക്ക് പേപ്പർ, ആൻഡ് എവിടെയാണ് നിങ്ങൾക്ക് തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ എവിടെയാണ് തെറ്റിയത്, എന്തുകൊണ്ട് തെറ്റി, കോൺസെപ്റ്റ് മറന്നു പോയതാണോ, കോൺസെപ്റ്റ് ക്ലിയർ ആവാത്തത് കൊണ്ടാണോ, മറന്നു പോയതാണെങ്കിൽ അതൊന്നുകൂടി നോക്കി റിവൈസ് ചെയ്യുക. ക്ലിയർ ആവാത്തതാണെങ്കിൽ ക്ലിയർ ആക്കാം. നിങ്ങൾ വായിക്കുന്നതിലുള്ള മിസ്റ്റേക്ക് കൊണ്ടാണെങ്കിൽ ആ കാര്യത്തിൽ നിങ്ങൾ ഒന്നുകൂടി ശ്രദ്ധിക്കുക. ഇങ്ങനെ നമ്മൾക്ക് വരാൻ സാധ്യതയുള്ള മിസ്റ്റേക്സ് തിരുത്തേണ്ട അല്ലെ റെക്ടിഫൈ ചെയ്യേണ്ട സമയമാണ്. അതിന് നിങ്ങൾ ഏറ്റവും ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും ഈ മോക്ക് ടെസ്റ്റ്. അത് കറക്റ്റായിട്ട് തന്നെ അറ്റൻഡ് ചെയ്യുക. ആൻഡ് ഓൾ ദി വെരി ബെസ്റ്റ്. ടെൻഷൻ ഫ്രീ ആയിട്ട് അടിപൊളിയായിട്ട് നിങ്ങളുടെ ഈ ലാസ്റ്റ് മിനിറ്റ് പ്രിപ്പറേഷൻസ് കൊണ്ടുപോവുക. സൂപ്പറായിട്ട് തന്നെ മോക്ക് ടെസ്റ്റൊക്കെ എടുക്കുക. അതിലും നല്ല സ്കോർ തന്നെ ആയിരിക്കും നിങ്ങൾക്ക് നിങ്ങളുടെ നീറ്റിന് കിട്ടാൻ വേണ്ടി പോകുന്നത്.
ഓൾ ദി വെരി ബെസ്റ്റ്.